ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവി ആയിട്ടാണ്. അപ്പോൾ ചിക്കൻ ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം, ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ സൈസ് തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ. ഇത്രയുമാണ് ഇതിനൊക്കെ വേണ്ടത്. അപ്പോൾ സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു കടായി വെക്കുക. അതിന് വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് ആദ്യം ഇടേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഈ സമയത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അതിലോട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരു പരുവാകുന്നത് വരെ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പൊടികളും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ആ ചിക്കനിലോട്ട് ഒന്ന് മിക്സ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ ഓൾറെഡി വെള്ളം ഇറങ്ങും. പിന്നെ നമ്മളിതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്രൈ പോലെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. പിന്നെ ഒരു ഭാഗം ആയെന്ന് കാണുമ്പോൾ അടുത്ത ഭാഗം തിരിച്ചിടുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നീട് ആ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതും പിന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നല്ല ബ്രൗൺ നിറം ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി, അത്രയും മതിയാവും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കണം, അപ്പോൾ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും അതിൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴഞ്ഞു വരണം, നല്ലൊരു കുഴഞ്ഞ രൂപത്തിലാകുന്നവരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ അതായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ മുളക് പൊടിയേക്കാളും നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക, അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. എന്നാൽ മുളക് പൊടി അധികം ഇടാത്തതുകൊണ്ട് തന്നെ വലിയ എരിവും ഉണ്ടാവില്ല. അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് സമയം തിളക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ഇതൊന്ന് ഏകദേശം അതിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈം മതിയാകും. അത് ജസ്റ്റ് ഒന്നൊരു 5-8 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്ക് നമ്മൾ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയുന്നത് ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് വെള്ളമാകുമ്പം അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തിക്ക് ഗ്രേവി ആയിരിക്കുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയിലയും കൂടി വിതറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മൾക്ക് പൊറോട്ട, ചപ്പാത്തി, ഭട്ടൂര എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പറഞ്ഞതുപോലെ മുളക് കൂടി അധികം ചേർക്കാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാനിന്നിവിടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തിട്ടുള്ള നെയ്പത്തിരിയാണ് കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.